തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം എന്ന വാർത്ത വരുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് യൂണിറ്റിനാണ് തീപിടിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇതെപ്പോഴാണ് ഈ തീ പടർന്നത്? തീ അണയ്ക്കാനുള്ള ശ്രമം എവിടെ വരെയായി? എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ്? രമേശ്, ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപമുള്ള പ്ലാസ്റ്റിക് യൂണിറ്റിൽ തീപിടുത്തമുണ്ടായത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തിരുവനന്തപുരം ജില്ലയിലെ മിക്ക ഫയർഫോഴ്സ് യൂണിറ്റുകളും ചേർന്നുകൊണ്ട് കൊച്ചുവേളിയിൽ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നുള്ളതാണ്. ഈ പ്ലാസ്റ്റിക് കൂനയായതിനാൽ കാര്യമായിട്ട് തീ പടർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ ഫാക്ടറിക്ക് അടുത്തുള്ള സൂര്യ പാക്സ് എന്ന പ്ലാസ്റ്റിക് ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. പുലർച്ചെ 3:50 ഉണ്ടായ തീപിടുത്തം അത് വലിയ പുകയായി ഉയരുകയായിരുന്നു. ശേഷമാണ് ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ഇത് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തത്. ആദ്യം കൊച്ചുവേളിയിൽ നിന്നും പിന്നീട് ചാക്കിയിൽ നിന്നും ചെങ്കൽസൂട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇതിനോടകം തന്നെ കൊച്ചുവേളിയിൽ എത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റ് ആറ്റിങ്ങിൽ നിന്നടക്കം കൂടുതൽ യൂണിറ്റുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആശ്വാസകരമായ കാര്യം, ഈ മേഖലയിൽ കാര്യമായ മഴ കഴിഞ്ഞ 1 മണിക്കൂറായി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്ലാസ്റ്റിക് ആയതിനാൽ അത് ഉൾക്കൊള്ളുന്ന സ്ഥലമടക്കമുള്ള കാര്യങ്ങൾ കത്തി നശിക്കുകയാണെന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം അത് തുടരുകയാണ്. ഉമേഷ്, ഷഫീദ്, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയ എന്ന് പറയുമ്പോൾ തൊട്ടുചേർന്ന് തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. ആ നിലയ്ക്കൊരു മുൻകരുതൽ എടുത്തിക്കാര്യത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം അങ്ങനെയാണോ ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത് ഷഫീദ്? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ ഈ സൂര്യ പാക്സ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മാത്രമാണ് തീ ഉണ്ടായിരിക്കുന്നത്. അതിന് ഫാക്ടറിക്ക് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതിനോടകം തന്നെ ഫയർഫോഴ്സ് തീ പടരാതിരിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ പ്ലാസ്റ്റിക് ആയതിനാലാണ് കാര്യമായി നമുക്ക് ഇക്കാര്യത്തിലൊന്നും പറയാൻ കഴിയാത്തത്. കാരണം ഇത് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3:50 തുടങ്ങിയ തീപിടുത്തം അത് ഈ സൂര്യ എന്ന് പറയപ്പെടുന്ന ആ കമ്പനിയുടെ ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുന്നത്. ഉന്മേഷ്, ഷഫീദ്, ഇപ്പോൾ ഈ തീപിടുത്തത്തിന് കാരണം എന്ത്? അതൊക്കെ ഇനി വരും മണിക്കൂറുകളിലാണ് അറിയേണ്ടത്. ഇത് 3:50 ഈ തീപിടുത്തം ഉണ്ടായത്. ഈ ജില്ലയിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും അവിടെ എന്നുള്ള തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആ നിലയ്ക്കാണോ? ഉന്മേഷ, തീപിടുത്തത്തിന്റെ കാരണമായി നിലവിൽ ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്ലാസ്റ്റിക് യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ള കാര്യം ഫയർഫോഴ്സ് പരിശോധിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം അനുസരിച്ച് ഈ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ ഫാക്ടറികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്, മാത്രമല്ല റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അതുകൊണ്ടുകൂടിയാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 3:50 തുടങ്ങിയ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ പ്ലാസ്റ്റിക് കത്തുന്നതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് തീ അണയ്ക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത്. പക്ഷേ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചാക്കയിൽ നിന്ന് ഈ ഹൗസിംഗ് ബോർഡിൽ നിന്ന്, അതേപോലെ തന്നെ വർക്കലയിൽ നിന്ന്, ആവശ്യമെങ്കിൽ കോവളത്ത് നിന്നടക്കം കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം കൂടി നടത്തുന്നുണ്ട്. മഴയുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യം കൂടി മാറുകയാണ്. ഏതായാലും വലിയ പ്രവർത്തനം ഇതുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. ഉന്മേഷ്, ഷഫീദ്, ഗോഡൌണിനുള്ളിൽ മാത്രമായി തീപിടുത്തം അതങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ആശ്വാസകരമാണ്, അങ്ങനെ കരുതാമല്ലേ? പക്ഷെ പ്ലാസ്റ്റിക് ആയതിനാൽ നമുക്ക് അക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. പക്ഷെ പ്രദേശത്ത് മഴയുള്ളതിനാൽ കൂടുതൽ സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയില്ല, തീ പടരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് വിലയിരുത്തുന്ന കാര്യം. പക്ഷേ പ്ലാസ്റ്റിക് യൂണിറ്റുകളാണ്, തൊട്ടടുത്തും സമാനമായ ചില ഫാക്ടറികളും കമ്പനികളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലേക്ക് തീ പടരും എന്നുള്ളതിനെ സംബന്ധിച്ച് ഫയർഫോഴ്സിന് ചില ആശങ്കകളുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ പരിസര പ്രദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ തീ പടർന്നിട്ടില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമായിട്ട് വരും. ഏതായാലും ഭാഗികമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്ലാസ്റ്റിക് ആയതിനാൽ ഇത് വീണ്ടും ഇന്ന് കത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അത് ഒഴിവാക്കാനുള്ള ചില നീക്കങ്ങളാണ് ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഏതായാലും ഉണ്ടായിരിക്കുന്നത്. ഈ പുലർച്ചെ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം അറിഞ്ഞപ്പോൾ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് അങ്ങോട്ടേക്ക് തിരിച്ചിരുന്നു. മാത്രമല്ല, ആദ്യം ഈ ചാക്കയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും പിന്നാലെ മറ്റിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റും സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഉന്മേഷ്, ഷഫീദ് തുടരുക. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കൊച്ചുവേളിയിലാണ്
ഇത്തരത്തിൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലാസ്റ്റിക് യൂണിറ്റിലാണ് ഈ തീപിടുത്തം. പുലർച്ചെ 3:50 തീപിടുത്തമുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ആ ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രാഥമികമായി ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോഴും ഇത് പ്ലാസ്റ്റിക് യൂണിറ്റിലാണ് തീപിടുത്തം എന്നതുകൊണ്ട് തന്നെ അത് ഗൗരവമായി കണ്ട് അതിനുള്ള നടപടികൾ ഇപ്പോൾ ഫയർഫോഴ്സ് സ്വീകരിച്ചു വരുന്നു. കൂടുതൽ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൊച്ചുവേളിയിലേക്ക് എത്തുന്നു, ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്ലാസ്റ്റിക് യൂണിറ്റിനാണ് തീപിടിച്ചത് എന്നതുകൊണ്ട് തന്നെ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ഇപ്പോൾ പാടുപെടുന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ആ തരത്തിൽ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ഷഫീദ്, പുതിയ വിവരങ്ങളുണ്ടോ? ഉന്മേഷ്, ഇപ്പോഴും ആ ശ്രമം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്ന ഒരു കാര്യം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ എത്തിക്കണമെങ്കിൽ അത് എത്തിക്കാനുള്ള നീക്കം ഇതിനോടകം തന്നെ ആരംഭിക്കുന്ന വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് ചവറുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതടക്കമാണ് കത്തി നശിച്ചത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, അതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയതിനാൽ തന്നെ സ്വാഭാവികമായും വലിയ തരത്തിലുള്ള അപകട സാധ്യതകൾ അക്കാര്യത്തിൽ ഉണ്ട്. അത് ഈ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത്, അതിനും അപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോൾ ഈ തീ പിടിച്ചിരിക്കുന്ന സ്ഥലം, അതായത് സൂര്യ ഫാക്ടറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ അടക്കം കാര്യമായ പ്ലാസ്റ്റിക് ശേഖരം സൂക്ഷിച്ചിരുന്നു, പ്ലാസ്റ്റിക് ചവറുകൾ സൂക്ഷിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നുള്ളതാണ് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള കാരണം. പക്ഷേ കഴിഞ്ഞ അരമണിക്കൂറായി ഈ മേഖലയിൽ മഴയുണ്ട് എന്നുള്ളതൊരു ആശ്വാസകരമായ കാര്യമായി മാറുന്നുണ്ട്. ഏതായാലും വലിയ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം അത് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തി വരികയാണ്. മാത്രവുമല്ല, ഈ കൂടുതൽ യൂണിറ്റുകൾ ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താനുള്ള ശ്രമം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും സുപ്രധാനമായ കാര്യം. ഉന്മേഷ്, ശരി ഷഫീദ്. ഏതായാലും കൊച്ചുവേളിയിലാണ് ഇൻഡസ്ട്രിയൽ ഏരിയയിലെ പ്ലാസ്റ്റിക് യൂണിറ്റിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.